എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് പേടിയാണ്. സോ എന്തായാലും ധൈര്യത്തോടു കൂടി ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നു. ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതായത് ഭയങ്കരമായിട്ടുള്ളൊരു വാർ സോണാണ്. 2 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നെറ്റ്വർക്കോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബോർഡറിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകെ ഉള്ളത് ഒരു ATM ഫെസിലിറ്റിയാണ്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ എന്നും പോയിട്ട് ആ ATMൽ കയറിയിട്ട് എന്ത് ചെയ്യും, എന്നും 100 രൂപ വലിക്കും. ആ ATMൽ 100 രൂപ കിട്ടും. അപ്പോൾ എന്നും 100 രൂപ വലിക്കും. അങ്ങനെ സംശയാസ്പദമായിട്ടുള്ള ഏരിയകളാണല്ലോ നമ്മളെങ്ങനെ പോയി കഴിഞ്ഞാലും, ഈ വാർ സോൺ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഏരിയകൾ. അപ്പോൾ അവിടെയുള്ള പ്രദേശവാസികൾ, അതായത് ഒരുപാട് വീടുകളൊന്നുമില്ല, ഒരു ചെറിയൊരു കുഗ്രാമമാണ്. അപ്പോൾ ഹൈ ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് ഒരു ഒരു ബൗണ്ടറി ടെറിട്ടറി കൂടിയാണ്. അപ്പോൾ ഇയാളോട് അവിടെയുള്ളൊരു സമീപ പ്രദേശവാസി ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് പൈസ? ഓൾറെഡി നിങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് എത്തിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളെന്നും ഈ 100 രൂപ എന്തിനാണ് വലിക്കണമെന്ന് ചോദിച്ചേ. എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും എനിക്ക് നെറ്റ്വർക്കോ കാര്യങ്ങളോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ എൻ്റെ ATM ഉപയോഗിച്ചുകൊണ്ട് 100 രൂപ വലിക്കും. ATMൽ വിഡ്രോ ചെയ്യും. അപ്പോൾ എൻ്റെ ഭാര്യക്കും മക്കൾക്കും അറിയും, അതായത് മെസ്സേജ് പോവും, അവരുടെ ഭാര്യയുടെ ഫോണിലേക്ക് മെസ്സേജ് പോവും, ഞാൻ 100 രൂപ വിഡ്രോ ചെയ്തിട്ടുള്ളത്. അതിലൂടെ അവർക്ക് മനസ്സിലാവും ഞാൻ ജീവനോടുണ്ട് എന്നുള്ളത്. അതായത് നമ്മളെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ കഴിയുന്ന നമ്മുടെ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ, വല്ലാത്തതാണത്. ആ ഒരു മെസ്സേജ് സംഭവം സിമ്പിളായിട്ടാണെങ്കിലും ഒരു ലവ് ലാംഗ്വേജ് ആണത് അല്ലേ, ഒരു നിലനിൽപ്പിൻ്റെ ഒക്കെ എങ്ങനെ പറയാമെന്നറിയില്ല.